സുജൂദിന്റെ മഹത്വം നിനക്കറിയാനിട്ടാണ്. സുജൂദിന്റെ മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹ് പറയുകയാണ്, സുജൂദ് ചെയ്യുന്നവന്റെ മുഖത്തടയാളം കാണാം. അല്ലാഹ് പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖത്തടയാളം കാണാം. അടയാളം എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരത്തടമ്പ് മാത്രമല്ല. നിസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ, സുജൂദുകൾ അധികമായിട്ട് ചെയ്യുന്നവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രകാശം കാണാമടോ, ഒരു ഈമാനികമായിട്ടുള്ള ചൈതന്യം കാണാം. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, പടച്ചവനെ, ഈ നാട്ടിലെ ചില കാരണവന്മാരായ വാപ്പമാരെ കണ്ടാൽ, നിങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ചില ഉപ്പമാരെ കണ്ടാൽ, അവര് വരുന്നത് കാണാൻ എന്ത് രസമെന്നറിയുമോ? അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ്. അവര് വരുമ്പോ അറിയാതെ എഴുന്നേറ്റ് പോകുമടോ. അവരെ കാണുമ്പോ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോവുകയാണ്. അവരുടെ കൈപിടിക്കുകയാണ്, മുസാഫഹത്ത് ചെയ്യുകയാണ്, ദുആ ചെയ്യാൻ പറയുകയാണ്. അവര് സമ്പന്നന്മാരല്ല, അവരറിവ് പഠിച്ച ആലിമീങ്ങളല്ല, അവര് സയ്യിദന്മാരല്ല, അവര് പള്ളി കെട്ടിക്കൊടുത്തവരല്ല, അവര് ജമാഅത്തിന്റെ പരിപാലന സമിതിയിൽ ഇരിക്കുന്നവരല്ല. പടച്ചവനെ, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരാകാം. അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ്. ഉസ്താദേ, എനിക്ക് സമ്പത്തുണ്ട്, ഞാനാണ് ഇവിടെ പള്ളിക്ക് കൊടുത്തത്, ഞാനാണ് പള്ളിയിലെ പ്രസിഡന്റ്, ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നം ഞാനാണ്, പടച്ചവനെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാണ്, എന്നെ ആദരിക്കുന്നില്ലല്ലോ, എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ, എനിക്ക് സ്ഥാനം കിട്ടുന്നില്ലല്ലോ, എന്നെ കാണുമ്പോ ഒരു കുട്ടി പോലും എഴുന്നേക്കുന്നില്ലല്ലോ. എന്നാൽ ആ പാവപ്പെട്ട പാപ്പയെ കാണുമ്പോൾ എഴുന്നേക്കുന്നല്ലോ. സഹോദരാ, അത് പണം കൊടുത്ത് വാങ്ങിയതല്ല, അധികാരം കൊണ്ട് വാങ്ങിയതല്ല, കുടുംബ കൊണ്ട് കിട്ടിയതല്ല. അത് അല്ലാഹു കൊടുത്ത ഒരു അംഗീകാരമാണ്. അവരുടെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ ഒരടയാളം കൊടുക്കുകയാണ്. എന്തൊരു രസമാണെന്നറിയുമോ? അല്ലെങ്കിൽ പ്രായമുള്ളവരെ നോക്കണോ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലാ സ്വലാഹ്, ഇന്നവരെ സുബഹി ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? റമദാനിന്റെ 27-ാം രാവിലല്ലാതെ എന്നാടാ ചെറുപ്പക്കാരാ ഞങ്ങളുടെ അസ്സലാത്തു ഖൈറും മിനന്നൗം? സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന എത്ര പേരാണ്? പള്ളി തുറക്കുന്നത് ചില വാപ്പമാരാ. പള്ളിയുടെ ഒന്നാമത്തെ സഫില് തൊട്ട് പള്ളിയിൽ വരുന്നതിന് മുമ്പ് പ്രായം ചെന്ന ഉപ്പമാര് പള്ളിക്കകത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച 11 മണിക്ക് ഒരുങ്ങി പള്ളിയിൽ വരുന്ന ഒരുപാട് ഉപ്പമാരുണ്ടോ? അവരുടെ മുഖത്ത് നോക്ക് സഹോദരാ, അവരുടെ മുഖത്ത് എന്ത് പ്രകാശമെന്നറിയുമോ? അവരുടെ മുഖത്ത് എന്തൊരു ചൈതന്യമെന്നറിയുമോ? വല്ലാത്ത ഒരു പ്രകാശമാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം, ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു ഈമാനിന്റെ പ്രകാശം മാറ്റിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു. സുബഹി നമസ്കരിക്കാത്ത ഒരു ദിവസം നിന്നെ കാണുന്ന എല്ലാരും ചോദിക്കും, എന്താണ് മുഖത്തൊരു വല്ലാത്തത്, ക്ഷീണം, ഉറങ്ങിയില്ലടാ, രോഗം വല്ലതും ഉണ്ടോ? കാണുന്ന എല്ലാരും ചോദിക്കും. സുബഹി